പോയി പോയി അത് പോയി അറിയാ പോയി. എന്റെ അളിയ അപ്പൂപ്പൻ മരിച്ചിട്ട് 16 ദിവസം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവിടെ കിടന്ന് ഇങ്ങനെ കരയണത്? ഗ്രൗണ്ട് വിട്ടു പോയളിയ. അപ്പൂപ്പനല്ല പിന്നെ ഗോൾ അടിച്ചത്. അളിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ആ ഫോൺ ഞാൻ എറിഞ്ഞു പൊട്ടിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ ഇവിടെ ഫുട്ബോൾ കളിയാണോ പ്രാധാന്യം? പിന്നെ ഇപ്പൊ അപ്പൂപ്പന്റെ 16 അടി യന്ത്രമല്ലേ? അപ്പൊ അതിന്റെ ചടങ്ങുകളും കാര്യങ്ങളും നോക്കണം. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കിടന്ന് അപ്പൂപ്പൻ മരിക്കാൻ കിടന്നപ്പോ നിങ്ങൾ എന്തൊക്കെ അളിയാ കാണിച്ചത്? അളിയ അത് മാത്രം എന്റെ അടുത്ത് പറയരുത്. ഞാൻ അപ്പൂപ്പനെ കാണാൻ വേണ്ടി ആശുപത്രി ചെന്നപ്പോഴേ അപ്പൂപ്പ എന്നെ വിളിച്ചിട്ട് ചോദിക്കുവാ, എനിക്ക് മദ്യം വേണമെന്ന്. വയ്യ നടക്കുന്ന മദ്യം കൊടുക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. എന്റെ കയ്യിൽ 290 ഉണ്ടായിരുന്നു. ഞാൻ അകത്ത് കയറി അപ്പൂപ്പിന് ട്രിപ്പ് വെച്ചിരുന്നില്ലേ, അതിന്റെ ഗ്ലൂക്കോസ് പൊട്ടിച്ച് ഞാൻ 2 ഡോസ് അടിച്ചായിരുന്നു. പിന്നെ ഡോക്ടർ കുടിച്ചിട്ട് വെച്ചിരുന്ന 1.5 ആഴ്ചക്ക് മുമ്പുള്ള ചായ ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ അപ്പൂപ്പൻ 2 കിലോട്ടം ഒഴിച്ചു കൊടുത്തു. ചുമ്മാ വല്ല ഡോക്ടർ പറഞ്ഞ് എച്ചിറ്റൂടെ എത്തായിരുന്നു അപ്പൂപ്പൻ. എന്ന് വെച്ചാ വെള്ളം കിട്ടാതെയുള്ള മരണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ചടങ്ങ് കഴിഞ്ഞോണ്ട് നമുക്ക് കാപ്പി കുടിക്കാനുള്ള ഇടും. ഈ പാചകമൊക്കെ ഏറ്റവും അമാവാസി അമ്മാവനെന്ത്? അമാവാസി അമ്മാവൻ. അമാവാസി അമ്മാവന്? ഓ ചോറ്റാനിക്കലുള്ള അമാവാസി അമ്മാവന്. എന്റെ പൊന്നളി, അത് ബാസി അമ്മാവൻ. ബാസി ആയാലും ബഹദൂറായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സത്യ ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ ഓർമ്മ എനിക്ക് സദ്യ കിട്ടും. എന്തായാലും കർമ്മയെ വിളിച്ചിട്ടുണ്ട്. കർമ്മി വരാൻ നേരത്തെ എന്തായാലും നമ്മൾ ചടങ്ങ് നേരെ പറ്റത്തുമില്ല. കത്തുന്നില്ല. നമസ്കാരം. താമസിച്ചില്ലല്ലോ? ചെറുതായിട്ടൊന്നും താമസിച്ചായിരുന്നു. ചെറുതായിട്ട്. വിളക്ക് കത്തിച്ചില്ലേ? വിളക്ക് കത്തിക്കാൻ നോക്കിട്ട് അങ്ങ് കത്തുന്നില്ല. എനിക്കറിയാം, അത് കത്തത്തില്ല, ആകെ പ്രശ്നമാണ്, അശകുനമാണ് ഇവിടെ കാണുന്നത്. അത് ഞാൻ ഇപ്പൊ വരാം. നീ നേരെ കത്തി നോക്കി കത്തി. അയ്യോ, ഇപ്പൊ കത്തി. അവിടെ കത്തിക്ക്. ഇപ്പൊ കത്തി. കൊള്ളാൻ കത്തി. സംഭവം കത്തി. കത്തിയാ? സിദ്ധനാണ് നിങ്ങൾ? സിദ്ധൻ? സിദ്ധനായിട്ടൊന്നും അല്ല, പിന്നെ അകത്തെ നിന്ന് ഫാന്റെ സ്വിച്ച് അങ്ങ് ഓഫായി. ഇപ്പൊ കത്തിയല്ല. ഒന്നും വിചാരിക്കരുത്, അന്ന് കയറിയപ്പോ ഞാൻ വിചാരിച്ചു യൂണിയൻകാരനായിരിക്കും. എന്ത് ഈ രൂപം കണ്ടിട്ടേ ഇതെന്റെ യൂണിഫോമാണ് ഞങ്ങളുടെ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് ചെറിയൊരു ശങ്കയുണ്ട്. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു ഇവിടുത്തെ അപ്പൂപ്പിനെ പറ്റി. ഇവിടുത്തെ തെക്ക് ഭാഗം ഏതാണ്? തെക്ക് ഭാഗം ഇവിടെ വരും. എന്ന് 2 കസര എടുത്ത് അങ്ങോട്ട് എടുക്കുക. അതെന്തിനാ? എനിക്ക് എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തിൽ നാട്ടുകാർ പറയാറുണ്ടേ, അതുകൊണ്ടാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കർമ്മം ചെയ്യേണ്ടത് നമുക്ക്. നിങ്ങളുടെ അപ്പൂപ്പൻ ഈ വീട് വിട്ടിട്ട് പോയിട്ടില്ല. അതൊരിക്കലും പോകത്തില്ല. കാരണം എന്താ പറയുക, ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ട് ഈ വീട് വിട്ട് പോകത്തില്ല. എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചിട്ടേ പുള്ളി പോകത്തുള്ളൂ. മദ്യം കിട്ടാതുള്ള മരണമല്ലേ, അതുകൊണ്ട് പുള്ളി പ്രതികാരദാഹിയായിട്ട് ഇങ്ങനെ നിൽക്കും, നിങ്ങളെ ഉപദ്രവിക്കും. അത് ശരിയാ, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ അനർത്ഥങ്ങൾ നടക്കുന്നു. ലക്ഷണം കാണിച്ചു. എന്ത് ലക്ഷണമാണ്? ഇന്നലെ തന്നെ ഓടിക്കൊണ്ടിരുന്ന ഒരു ക്ലോക്ക് പെട്ടെന്ന് നിന്ന്. ആണോ? പിടിക്കുക. തകിടാണോ? അല്ല, ബാറ്ററി. അതിട്ടാ മതി, ഓടിക്കോളും. എനിക്കൊരു അബദ്ധം പറ്റി. എന്താണ്? ഞാൻ ബിവറേജിൽ പോയി ഒരു കുപ്പി എടുത്തിട്ട് എന്റെ മടിയിലോട്ട് കയറ്റി വെച്ചതും തറയിൽ വീണ് പൂട്ടി. അതിന് അപ്പൂപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇലാസ്റ്റിക്കുള്ള ഒരു ജട്ടി മേടിച്ചിട്ടാ മതി, അത് മാറി കിട്ടും. അപ്പൊ കർമ്മങ്ങൾ ആരംഭിക്കാം. ഇങ്ങോട്ട് മാറി. ആരാണ്? കൊച്ചുമാനാണ്. ഞാനാണ്. ഇങ്ങോട്ട് നീക്കുക. അല്ല, അപ്പൊ പിന്നെ അപ്പൂപ്പനെ ഇപ്പൊ നമ്മൾ മദ്യം കിട്ടാതെയുള്ള മരണമായിരുന്നല്ലോ. അതെ. അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും പരികർമ്മം ചെയ്യേണ്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? മദ്യം കൊടുക്കണം പുള്ളിക്ക്. ആർക്ക്? ആത്മാവിന് മദ്യം കൊടുക്കണം. അപ്പൂപ്പന് മദ്യം കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. ഒന്നാമതെ പുള്ളിക്കാരൻ റിവേഴ്സ് ഗിയർ വന്നാ മരിച്ചത്. മറ്റേ കരളിന് വല്ലൊരു അസുഖം ഉണ്ടല്ലോ, അതുപോലും അറിയത്തില്ല. ലിവർ സിറോസിസ്. അത് കുഴപ്പമില്ല, ആത്മാവല്ലേ, അത് വലിയ പ്രശ്നം വരത്തില്ല കേട്ടോ. ആത്മാവിനെ വിളിച്ച് ഞാൻ മദ്യം വെച്ചിട്ട് വിളിച്ചു വരത്തുള്ളൂ, അങ്ങനെ പുള്ളി വരത്തുള്ളൂ. അല്ല, അപ്പൊ നമുക്ക് അപ്പൂപ്പനെ ആവാഹിച്ചൊരു ആവാഹിച്ച് ഞാൻ ഈ കിണ്ടിക്കകത്താക്കി തരാം. കിണ്ടിക്കകത്ത്? കുടത്തിനകത്തല്ല ആക്കേണ്ടത്. കുടമൊക്കെ വലിയ ഭാഷ ഒന്നുമില്ല. പിന്നെ അതിനകത്ത് ചുറ്റി നമ്മൾ റെഡിയാക്കി തരും. പിന്നെ വേറൊരു കാര്യം, ഈ കിണ്ടി ഉൾപ്പെടെ ഏതെങ്കിലും മഹാനദി കൊണ്ട് കളയണം. അപ്പൂപ്പൻ ജീവിച്ചിരുന്നപ്പോഴേ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗോവയിൽ പോകണോ. അങ്ങനെയാണ് ഗോവയെ കൊണ്ട് ഒഴിക്കാലും. എന്ത് വർത്താനോ പറഞ്ഞു. ഗോവയിലൊക്കെ കൊണ്ടാരെങ്കിലും ചിതാഭസ്മം ഒഴുക്കോ? നമുക്ക് തായ്ലാൻഡിൽ കൊണ്ടാക്കിയാലേ. തായ്ലാൻഡ് പോ എങ്ങോട്ടാന്ന് വെച്ചാ പോ. ഇവൻ വന്നപ്പം മുതൽ തുടങ്ങിയതാണ് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ കാര്യങ്ങളൊക്കെ അപ്പൂപ്പന്റെ നാളെ ഏതായിരുന്നു? അപ്പൂപ്പന്റെ നാള് പറഞ്ഞപ്പോ ഇപ്പൊ നമ്മൾ എവിടെയും കൊണ്ട് ഒഴുക്കണ്ടേ പുള്ളിയെ? അപ്പൂപ്പന്റെ ഒരു മനസ്സ് വെച്ചിട്ട് ഞാനൊരു സ്ഥലം പറയാം, അവിടെ കൊണ്ട് ഒഴിക്കാൻ മതി. അത് പറ. കൊച്ചു ചെറുമകനല്ലേ, ചെറുമകൻ അറിയാലോ കാര്യങ്ങൾ. പറ. പഞ്ചായത്ത് കുളത്തിൽ ഒഴിക്കാൻ മതി. പഞ്ചായത്ത് കുളം? അവിടെ എന്താണ് പ്രത്യേകത? അപ്പൂപ്പന് ഈ പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഉണ്ട്. കുളമാണോ? അല്ല, കുളി അല്ല, ഒന്നുമില്ല. ഇരിക്കാം. ചെറുമകനല്ലേ? അതെ. അപ്പൂപ്പന്റെ നാളെ ഏതാ? അപ്പൂപ്പന്റെ നാള് ജ്യോതി. അപ്പൊ ചെറുമകനല്ലേ? അതെ. ചെറുമകന്റെ നാളെ ഏതാ? എന്റെ നാള് അത്തം. അപ്പൊ ഇത് മൂലം. അളിയനാണല്ലേ? അളിയനാണ്. പുള്ളിക്ക് പ്രാധാന്യമില്ല, പോട്ടെ. എന്റെ അളിയ അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കർമ്മം ആരംഭിക്കാം. അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിക്കുക, എന്നിട്ട് ഒരു ഉരുള ഉരുട്ടുക, നല്ലതായിട്ട് ഉരുട്ടുക. അത് അവിടെ വെക്കുക. വീണ്ടും ഉരുട്ടുക, അത് അവിടെ വെക്കുക. അതെ, അവിടെ വെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ ഉരുട്ടുന്നത്? തായ്ലാൻഡ് പോടാ, അങ്ങോട്ട് ഇങ്ങോട്ട്. എന്റെ അളി അങ്ങോട്ട് അങ്ങനെ മാറി നിൽക്കളിയ, ചുമ്മാ കിടന്ന് ഒപ്പിച്ചോണ്ട് വരുമ്പത്തിന് ഇങ്ങോട്ട് മാറി നിൽക്കും. വീണ്ടും ഉരുട്ടുക, അവിടെ വെക്കുക. തെറ്റി
തെറ്റിയെങ്കിൽ ഒന്നുകൂടെ കൊടുക്കാം. അതല്ല തെറ്റിപ്പോ കൂടെ അതിന്റെ മേളിൽ വെക്കുക. തെറ്റിപ്പോവോ? അങ്ങനെ ചെറുമകൻ അളി അങ്ങോട്ട് മാറളിയ ചുമ്മാ അടന്ന് നീ ഇതെന്തോന്ന് കാണിക്കുന്നത്? അളിയുടെ കൈ കളിക്കുന്നത്. ഇത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ചോറാണ്. അല്ല ഞാൻ അറിയാൻ വയ്യാത്തോട് ചോദിക്കുക. ഇന്നലെ പാതിരാത്രി തൊട്ട് നമ്മൾ പട്ടിണിയാണ്. ആദ്യം ജീവിച്ചിരിക്കുന്നവർക്ക് ഉയിര് കിട്ടത്ത്. ഉയരെ പെക്കടാ ഉയരെ അവിടെ പെക്കടാ ഉയരെ തായ്ലൻഡ് തായ്ലൻഡ് പോടാ പോടാ. എന്റെ അളിയ അങ്ങോട്ട് മാറി നിക്കളിയോന്ന്. നിന്റെ അളിയാണോ? ആ നിനക്ക് അത് തന്നെ പറയണം. എന്ത് ചെയ്യാൻ? അപ്പൊ ചെറുമകനല്ലേ? അതെ. അപ്പൊ ചെറുപയർ ഒരു കാര്യം ചെയ്യും. ചെറുപയറോ? അല്ല ചെറുമകൻ ഒരു കാര്യം ചെയ്യും. ഇനി ഈർക്കിലിയുടെ ഒരു പരിപാടി ഉണ്ട്. ഇത് തുമ്പത്തോട്ടിടണം. അത് പോലീസ് സ്റ്റേഷനിലല്ലേ? വിരലിന്റെ തുമ്പത്താ. വിരലിന്റെ തുമ്പത്ത്. അല്ല സാധാരണ ഈ ദർഭപ്പുല്ലാണല്ലോ ഈ വെക്കാറുള്ള. ഈ ഈർക്കിലി എന്താണ്? ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പത്തിന് മന്ത്രം പറഞ്ഞു കൊടുക്കും. അമ്മക്ക് നാക്ക് തിരിയില്ല. ആ സമയത്ത് ഇത് ഈക്കിൽ വരച്ചിട്ട് വടിച്ചു കൊടുക്കും. അല്ല എന്റെ നാക്ക് തിരിയുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഈർക്കിൽ വേണ്ടെങ്കിൽ ദർഭപ്പുല്ലിട്ടോ. ദർഭപ്പുല്ലിട്ടോ. ഓക്കെ ഇപ്പൊ കാര്യങ്ങൾ തുടങ്ങാം. അപ്പൊ മദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മദ്യം മദ്യം വെച്ച് പിടിച്ചാലും നിന്റെ അപ്പവും പറ്റും. ഞാൻ പറഞ്ഞില്ലേ പിണങ്ങി നിൽക്കുകയാണ്. പുള്ളിയെ പിടിച്ചു വരുത്തണമെങ്കിൽ അല്ല ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് നമ്മളൊന്നും എടുത്തു വെച്ചിട്ടില്ല. ലിസ്റ്റ് പ്രകാരം ഞാൻ കാര്യങ്ങൾ എടുത്തതാണ്. എന്ത് ചെയ്യാനാണ് ഇപ്പൊ? എന്ത് ചെയ്യുന്നു ഇപ്പൊ? ഒരു കാര്യം ചെയ്യും. കുഴപ്പമില്ല. ദക്ഷിണയുടെ കൂടെ എനിക്കൊരു 600 രൂപ തന്നാ മതി. അതെന്തിനാ? ഞാൻ 600 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ പണമൊക്കെ നമ്മൾ വില വെച്ചെന്ന് പറയുന്നതല്ലേ. അപ്പഴേ അപ്പനെ വിളിച്ചു വരാറ്റാൻ പോവാണ്. ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് പൊഴുങ്ങിയ മുട്ട വണ്ടി ഇരിപ്പുണ്ടോ നോക്കുവരും. മുട്ട പൊഴുങ്ങിയില്ലെന്ന് അറിയത്തില്ല. ഇനി അവളെ വിളിച്ച് ചോദിക്കണം. ചെറുപേരിങ്ങ് വരിക. എന്റെ ഭാര്യയോ ഗർഭിണിയാകുന്നില്ല. ഞാനെങ്കിലും ഗർഭപ്പുല്ല് ഇട്ടല്ല. പക്ഷെ വയറ് കണ്ടാ അത് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരിക. അപ്പം ഈ ഒഴിച്ച മദ്യം ഉണ്ടല്ലോ, ഈ ഒഴിച്ച മദ്യം നമ്മുടെ വീടിന്റെ 4 മൂലയ്ക്കായിട്ട് കുഴിച്ചിടണം. കുഴിച്ചിന്റെ മണം കെട്ടിട്ട് വേണം ആത്മാവ് ഇങ്ങോട്ട് വരാനായിട്ട്. കുഴിച്ചിടണോ തളിക്കണോ? തളിച്ചാൽ മതി. തളിച്ചാൽ മതി. ഇങ്ങോട്ട് വരിക. തായ്ലാൻഡ് എന്റെ ഫ്രണ്ടിൽ നിന്ന് പോ. എനിക്ക് നിന്റെ അളിയനാണോ? എടുത്ത് കുടിച്ച എന്തിനാ അളിയാ? നിനക്ക് തന്ന ആകെ 1-ാം തീയതി ആകെ ഒരു പൈൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഈ 4 മൂലക്കും തളിക്കാനിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാനല്ലേ കുടിച്ചു കഴിഞ്ഞത്. ഈ 4 സ്ഥലം പോയി ഞാൻ മൂത്രമൊഴിക്കാം. വേണ്ട, വേറെ ഒഴിച്ചാൽ മതി. അതായിരിക്കും നല്ലത്. വേറെ ഒഴിക്കാം. മിണ്ടരുതേ. ഞാൻ പറഞ്ഞു ഞാൻ പെണ്ണങ്ങി നിൽക്കും. അപ്പൂപ്പൻ അപ്പൂനെ വിളിച്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടി കഴിഞ്ഞാൽ പുള്ളി പോകും. മനസ്സിലായല്ലോ? അയ്യോ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. എന്തിനാ അവരെയൊക്കെ വിളിച്ചിരിക്കുന്നത്? നല്ല സാധനം തീർത്ത് കൊടുക്കും. ഇതായാലും പോടാ. ഞാൻ കയറ്റി തരാം. അപ്പൂപ്പനെ വഴി കളിക്കുന്നു. എന്റെ അപ്പൂപ്പ ഇങ്ങോട്ട് പറഞ്ഞേ. നിങ്ങൾ വന്ന് ഈ കിണ്ടിക്കകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട്. പിള്ളേരെ ഇവിടെ കിടന്ന് ശല്യപ്പെടുത്തരുത്. നിങ്ങൾ മരിച്ചവരൊക്കെ മേളോട്ട് പോയി അവിടെ എന്തെങ്കിലും നിങ്ങൾ കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്തിനാ ഇവിടെ കിടന്ന് ഇറങ്ങുന്നത്? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞാൻ എവിടെയും കൊണ്ട് ഒഴുക്കാം. നല്ല സുഖമായിട്ട് സ്വർഗത്തിൽ ജീവിക്കാം. പോരെ? ഇങ്ങോട്ട് വാ. അവിടെ വന്നിരിക്കുക. അല്ല ആരവിടെ വന്നിരിക്കുന്നത്? എന്റെ അപ്പൂപ്പൻ വന്നിരിക്കുന്നതാ. ഞങ്ങളുടെ അപ്പൂപ്പനാ അവിടെ വന്നിരിക്കുന്ന? പിന്നെ എനിക്ക് കാണാൻ വയ്യല്ല. എനിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മിണ്ടരുത്. അതെ മരുമോനോട് ഉള്ളത് പറ. വീട്ടിൽ കയറ്റിണ്ടായിരുന്നു. പുള്ളി വീട്ടിൽ കയറ്റിണ്ടായിരുന്നു. ഇതോ പൈസ വല്ലതും കൊടുക്കാനുണ്ടോ? പൈസ ഒന്നുമില്ല. ഞാൻ അപ്പൂപ്പന്റെ പൈസ ഒന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. അല്ല കള്ളം പറയരുത്. ഇല്ല പൈസ എടുത്തിട്ടില്ല. എന്തോ പെൻഷന് മേടിക്കാനായിട്ട് പോയപ്പോ ATM കാർഡിൽ കയറി 2500 രൂപ കണ്ടു എടുത്തെന്ന് പറയുന്നു. ഇല്ല അപ്പൂപ്പന്റെ പൈസ കാര്യമൊന്നും എടുത്തിട്ടില്ല. അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോ അപ്പൂപ്പന്റെ ഒരു നിക്കർ ഞാൻ എടുത്തിട്ടായിരുന്നു. അതാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആണല്ലേ? അപ്പൊ പുള്ളി സ്വതന്ത്രനായിട്ട് അലയുവാണ്. ഒരു കാര്യം ചെയ്യാം. ഞാൻ വിളിച്ചു വരുത്താൻ പോകും കേട്ടോ. അങ്ങനത്തെ ഒരു കയറി വാ. പിള്ളേർ സുഖമായിട്ട് ജീവിക്കട്ടെ. ഈ കിണ്ടിക്കകത്ത് കയറി ഇരിക്കുക. തായ്ലാൻഡിൽ കൊണ്ട് ഒഴുക്കും. ഓടിപ്പോയത് പോയാ? ആ ചുമന്ന വീടിന്റെ അവിടെ പോയി നിൽക്കുന്നു. ഏത് ചുമന്ന വീട്? അപ്പൂപ്പൻ. അത് അപ്പൂപ്പന്റെ പഴയൊരു സെറ്റപ്പിന്റെ വീട്. അതുകൊണ്ട് അവിടെ പോയി നിൽക്കുന്നത്. അവിടെ പോയി നിൽക്കുവോ? ഇതിപ്പോ അപ്പൂപ്പൻ എങ്ങനെയെങ്കിലും വിളിച്ച് കിണ്ടിക്കകത്ത് കേട്ടണ്ടേ വന്നു. ചിലക്കില്ല ഞാൻ പറഞ്ഞില്ലേ. സൈലൻസ് വേണം. കയറി വാ. കേറാ. കാലെടുത്ത് വെച്ച് അപ്പൂപ്പ ചെറിയ കൂട്ട വഴി അങ്ങ് പോയാലോ? എനിക്ക് ശ്വാസം വിടണ്ടേ? ഓ അങ്ങനെ ആണല്ലേ? കുഴപ്പമില്ല. എവിടെയും കൊണ്ട് ഒഴുക്കാം കേട്ടോ. കാര്യമൊന്നുമില്ല. സന്തോഷമാണല്ലോ. സന്തോഷം. ഫുഡിന്റെ കാര്യങ്ങളെല്ലാം ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം. പിന്നെ
എനിക്ക് വൈകിട്ട് ഒരു ചെറിയ പരിപാടിയുണ്ട്. ഹോജ ബോർഡ് വെച്ചിട്ട് കുറച്ച് പ്രേതങ്ങളെ വിളിച്ചു വരുത്തണം. അവരുമായിട്ട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ സംഭവമുണ്ട്. പ്രേതങ്ങളൊക്കെ വിളിച്ചു വരുത്തും? പിന്നെ അതിപ്പോ പേടിയില്ലേ? എന്തിനു പേടിക്കണം? ഒരാവശ്യമില്ല. നമ്മുടെ മനുഷ്യരെ പോലെ പിന്നെ 10-16 പേര് കാണും. ആത്മാക്കളെല്ലാം കൂടെ ഞങ്ങൾ ചീട്ട് കളി. വിഷം കുടിച്ചിറക്കണം. പിന്നെ എങ്ങനെയുണ്ട്? പേടിയൊന്നുമില്ലേ? എനിക്കത് ഞാൻ നിത്യ സഹവാസിയല്ലേ, അങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ കുറെ നേരം ചീട്ട് കളിക്കും. പിന്നെ തിരിച്ചങ്ങ് പോകും. പിന്നെ ഈ മരിച്ചവരെല്ലാരും വരും? എല്ലാരും വരും. സിൽക്ക് സ്മിതയൊക്കെ വരാറുണ്ട്. ഇത് ഭാര്യയുണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ കുഴപ്പമില്ല. അപ്പം നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടന്നോട്ടെ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ശരി, എന്നാ വിളക്ക് കരുതുക. ഞാൻ കരുതി. കൊണ്ട് ഒഴുക്കണം. ഓക്കെ, ശരി. സമയം അല്ല, പൈസ ഞാൻ തരാം. അത് പൈസ തരണം. മറ്റേ പൈനിന്റെ പൈസ കൂടെ തരണം. അത് തരാം. എനിക്ക് വീട്ടിൽ വരെ സമയം രാത്രിയും കൂടെ ആകാൻ സമയമാകുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? നീ വന്നേ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ വീട് വരെ എന്ന് പറയണം. ഞങ്ങൾ ഇവിടെ കർമ്മവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ല, പിന്നെ എന്തിനാണ് അങ്ങോട്ട് വരുന്നത്? വരണമെന്ന് പറഞ്ഞാൽ വരണം. ആത്മാക്കളെ പരിചയപ്പെടുത്താനാ? അല്ല, പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടാണ്. കർമ്മി